ഹലോ ഗൈസ്, ഇന്നലെ നമ്മുടെ കർക്കിടക സംക്രാന്തി ദിവസമായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇറച്ചി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ രണ്ട് കറികളും കാലത്ത് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ചിക്കൻ കറി റെഡിയാക്കുള്ള പരിപാടിയിൽ ഞാൻ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കാം കേട്ടോ. അതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം ഇടുക. അതൊന്നും മുരിഞ്ഞ് വരുമ്പോഴേ ഞാൻ സബോള ഇടുള്ളൂ. അതൊന്നും സെറ്റായിട്ട് വന്നിട്ട് സബോള ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് കിട്ടുക. അതുകൊണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാം. എൻ്റെ അമ്മ എപ്പോഴും അങ്ങനെ ചെയ്യണത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാം. അപ്പം അങ്ങനെ ശേഷം സബോളയൊക്കെ ഇട്ടുകൊണ്ടിരിക്കട്ടെ. നേരത്തെ അമ്മ മീനിൻ്റെ സെക്ഷനൊക്കെ അമ്മയാട്ടാ. അപ്പം മീനിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ നന്നാക്കി കഴുകി സെറ്റാക്കുകയാണ്. കഴുകി മീൻ കറിയിലേക്കുള്ള പരിപാടിയൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരെ സബോള ഞാൻ നന്നായി മുരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അത് മുരിയണ നേരം കൊണ്ട് അമ്മയുടെ പരിപാടികളൊക്കെ അമ്മ കഴിച്ചു. അങ്ങനെ അതൊക്കെ മുരിഞ്ഞ ശേഷം ഞാൻ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ആ ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ടു. അതിന് ശേഷം അതൊക്കെ ഒന്ന് മുരിഞ്ഞ ശേഷം തക്കാളി ഇട്ടിട്ടു. അപ്പോഴേക്കും അമ്മ കറിയൊക്കെ ഗ്യാസുമ്മേക്ക് വെച്ചു. രണ്ട് കറിയും ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും എല്ലാം ഒരുമിച്ച് സെറ്റാവുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അടുക്കളയിലുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ദേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്നോട് ഓരോ സാധനങ്ങൾ ചോദിക്കണം. മുകളിൽ ചെറിയൊരു ഷെൽഫുണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. ആ നേരത്തെ തക്കാളിയൊക്കെ നന്നായി ഇങ്ങനെ ഉടഞ്ഞുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അതൊക്കെ നോക്കുക കേട്ടോ. ചേട്ടാ എൻ്റെ കൈമ എന്തായാലും അപ്പം കഴുകണം ഗൈസ്. എനിക്ക് എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അതൊക്കെ നന്നായി ഉടച്ചുടച്ച് കൊടുത്ത് എല്ലാം നന്നായി തക്കാളി നന്നായി ഉടഞ്ഞ് സെറ്റായാലും ഞാൻ പിന്നെ ചിക്കൻ ഇടാറുള്ളൂ. അപ്പോഴേക്കും മീൻ കറിയിൽ മഞ്ഞൾപ്പൊടി കുറവാന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അതിലേക്ക് സെറ്റാക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. തക്കാളി ആയോ എന്നുള്ളത് ക്ഷമല്ല ഗൈസ്. ആയോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം മോൻ വീട്ടിലുണ്ട്. അപ്പോൾ പുറത്ത് അവിടെ മോൻ പഠിക്കണില്ലേന്ന് ചെന്നോക്കാൻ പോയതാണ് കേട്ടോ. അപ്പം അതിന് ശേഷം വന്നിട്ട് ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു. ചിക്കനൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ മൂടി വയ്ക്കും. കുറച്ച് പോലും വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഞാൻ തരി പോലും വെള്ളം ഒഴിക്കാതെയാണ് ചിക്കൻ കറി വയ്ക്കുക. കുറച്ച് പോലും വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നല്ല റോസ്റ്റ് പരുവത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിക്കില്ല. അന്നേരം കൊണ്ട് എൻ്റെ മോൻ ബാക്കിൽ നിന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പഠിക്കണോടത്തുനിന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അമ്മ മറച്ചിടുന്നൊക്കെ. അതിന് ശേഷം ദേ മൂടിയൊക്കെ വെച്ചു. അപ്പോഴേക്കും അമ്മയുടെ മീൻകറിയൊക്കെ ഇതേ തിളച്ചുടങ്ങിയിട്ടാ. വെട്ടി തിളക്കിണ്ട് അങ്ങടെ. അപ്പോഴേക്കും ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. മീൻകറി, ചിക്കൻ കറി ഇതൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് മീൻ വറുക്കാനുള്ളതൊക്കെ അമ്മ മീൻ വറുത്തുകൊണ്ടിരിക്കുന്ന അയിലാണ് കേട്ടോ വറുക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണം വലുത് വറുക്കാൻ എനിക്ക് വലുത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മുറിക്കാണ്ട് വറുക്കുന്നുണ്ട്. അങ്ങനെ അതിൽ തലയൊക്കെ എടുക്കും കേട്ടോ. അവിടെ തലയൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അയിലത്തല കുട്ടിയിട്ടൊക്കെ ചോറിനും ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. ഞാൻ നടുക്കിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പോൾ ചൂടൊക്കെ വറുക്കാട്ടും. അപ്പോഴേക്കും തൈരും സബോള, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാലഡ് സെറ്റാക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. സിമ്പിളാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കുക. ചിക്കൻ കറി വെന്തോന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും മീൻ വറുക്കാനുള്ളതൊക്കെ സെറ്റായി. ആ അടുപ്പിൽ തന്നെ ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചത്. രണ്ടും സെറ്റായി ഗൈസ്. ചിക്കൻ കറിയും ചിക്കൻ വറുത്തൊക്കെ. ചിക്കൻ സെറ്റായ ശേഷം ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുറച്ച് മല്ലിയിലും കൂടിയിട്ട് സെറ്റാക്കി കറുത്തിരിക്കുന്നുണ്ട്. അടുക്കളയൊക്കെ സെറ്റാക്കിയിട്ടു. അച്ഛൻ അവിടെ അടുത്തായിരുന്നു പണി. അപ്പം അച്ഛൻ ചോറിനാൻ വരാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ നാലമ്പലം തൊഴാൻ പോണ കാരണം. അപ്പം അച്ഛൻ ഇങ്ങോട്ട് വന്നു. ഇതൊക്കെയായിരുന്നു കേട്ടോ ഗൈസ് കറികൾ. ഉച്ചതിരിഞ്ഞ് പിള്ളേർ വരാറായി. അപ്പോഴേക്ക് ഞാൻ ബ്രെഡും ചിക്കൻ കറിയും എന്നിട്ട് അവർക്ക് സെറ്റാക്കി വെച്ചത്. അമ്മ പിള്ളേരെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് ഇതേ പിള്ളേരെത്തി. പിള്ളേർ ഓട്ടോ ടാക്സി പോലത്തെ ഒരു ഓട്ടോയിലാണ് കേട്ടോ വരിക. അപ്പോൾ അവരൊക്കെ മഴയായിരുന്നു. അപ്പം കുട ചൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ വന്ന ഉടനെ തന്നെ കുറേ വിശേഷങ്ങൾ പറയാണ്ടാവും രണ്ടാൾക്കും. ആദ്യമൊക്കെ എന്തെങ്കിലും ഒരു മുറിവുണ്ടാവും. ആദ്യം ഓടിക്കളിയാണ് ഗൈസ് സ്കൂളിൽ. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഇരിക്കണ ഒരു ക്യാരക്ടറല്ല. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് മിഠായിയും കാശും കുടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നോട് വന്ന് പറയാം കേട്ടോ. വന്ന ഉടനെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അത് പിന്നെ പറയണ്ട. അതിങ്ങനെ ശീലമായ കാരണം അത് പിള്ളേഴ്സ് എടുത്ത് വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ആരാധ്യ വന്നിട്ട് സംസ്കൃതത്തിൽ അമ്മയ്ക്ക് ഫുള്ളാന്നൊക്കെ പറയട്ടെ. ഞാൻ വലിയ ആദ്യക്കുട്ടെ എല്ലാം ഓരോന്ന് എടുത്ത് വയ്ക്കുക. അങ്ങനെ കണ്ട ഞങ്ങളുടെ വീട്ടിലെ വില്ലനാണ് ഗൈസാ പോണത്. ബാഗൊക്കെ കൊണ്ടുപോയി അവിടെ ഇടണം. അപ്പോഴേക്കും അമ്മ ചിക്കൻ കഴിക്കില്ല. ഞാൻ ബുൾസയും ബ്രെഡും കൂടിയിട്ടാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. പിള്ളേർക്ക് ബ്രെഡും ചിക്കനും. ബ്രെഡ് ആവി കയറ്റി കഴിഞ്ഞാൽ മുരീച്ചനൊക്കെ ടേസ്റ്റ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം. അതിന് ശേഷം രാത്രി ഇപ്പോൾ ഞങ്ങൾ നെസ്റ്റോയ്ക്കൊന്ന് ഇറങ്ങി കുറച്ച് ലിക്വിഡ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോപ്പിൻ്റെ ലിക്വിഡൊക്കെ. അപ്പോൾ പോണ വഴിക്ക് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞത് ഇതാണ് അവസ്ഥ.
കയറി പോകുമ്പോഴേ ഓരോന്ന് വേണം. അങ്ങനെ സ്ക്വാഡിൻ്റെ ലിക്വിഡൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ വിം ലിക്വിഡിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോവുകയാണ്. അന്നേരത്തെ പിള്ളേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വേണം ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ വിം ലിക്വിഡിലെ ഓഫർ ഏതാ നോക്കുകയാണെന്ന്. അപ്പോഴേക്കും മോൻ വന്നിട്ട് ഐസ്ക്രീമൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഒരു വായ കടിച്ചിട്ട് ഞാൻ മോനെ തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിം ലിക്വിഡിൻ്റെ സെക്ഷനിൽ ഏത് ഓഫറെന്നൊക്കെ പറയാം. ആ നേരം കൊണ്ട് ഗൈസ് ഇവർ കിൻഡർ ജോയുടെ സെക്ഷനിൽ പോയിട്ട് ആദ്യക്കുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവന് ഇത് കൊടുക്കമ്മ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മൂത്ത മക്കൾ നിൽക്കുക കേട്ടോ. ശേഷം ആദ്യക്കുട്ടിന് കാല് കടയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലിരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഊന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരെ ടോയ് സെക്ഷനിൽ പോയപ്പോൾ ഞാൻ അവരൊക്കെ വാ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോയതാട്ടോ. അങ്ങനെ കുറച്ച് പ്രസ്റ്റീജിൻ്റെ തവയൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ 3rd ഫ്ലോറിൽ ഡ്രസ്സിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് 70% ഓഫർ എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി എല്ലാ സാധനങ്ങളും ഇതിലേക്ക് വെച്ചു കൂട്ടാം. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു ഗൈസ്. അപ്പോൾ വടക്കേ സ്റ്റാൻഡിലുള്ള തട്ടുകടയിലേക്ക് പോയി. അങ്ങനെ നൂൽ പൊറോട്ട, ചിക്കൻ വിങ്സ്, ബീഫും കൊള്ളിയും അവരെന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്കിയിട്ട് കഴിക്കാട്ടാ. അമ്മയ്ക്ക് ഒനിയൻ ദോശ, പ്രേക്ഷയുടെ സാധാ ദോശ, ആദ്യക്കുട്ടൻ ചിക്കൻ ദോശ, പിന്നെ പോർക്ക് ചില്ലി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.